നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മിസ് പറഞ്ഞുതരാം. അപ്പൊ രണ്ടാമത്തത് സംശയമില്ലല്ലോ, ലോകപ്രിയ എന്ന് എഴുതുമ്പോ ശ്രദ്ധിക്കണേ, കായാണ് വരിക, ലോകപ്രിയ. നെക്സ്റ്റ്, ജിസ്കാ ശരീർ ഹട്ടാ കട്ടാ ഹോ, നല്ല ഉറച്ച ശരീരമുള്ളവരെ അവര് പറയുന്ന ഒരു പേരുണ്ട്, നമ്മളെ ലെസണിൽ കൊടുത്തിട്ടുണ്ട്. ആരാണത്? ജവാൻ അല്ലേ? എന്താണ് അതിന് വേർഡ്? വൺ വേർഡ്, ജവാൻ. ജവാൻ എഴുതില്ലേ? ഓക്കെ. നെക്സ്റ്റ്, जो देश के लिए मर मिटे, जो देश के लिए मर मिटे, ആരാണോ രാജ്യത്തിന് വേണ്ടി മരിക്കുന്നത്? ഷാഹിദ്. ഷാഹിദ് അല്ലാട്ടോ, ഷഹീദ്. ഷാഹിദ് എന്നൊന്നും പറയില്ലേ, ഷഹീദ്, രക്തസാക്ഷി, ഷഹീദ് എന്നാണ്. എങ്ങനെയാണോ എഴുതണ്ടേ? ഷഹീദ്. ഓക്കെ ഓക്കെ. ഷഹീദ് എഴുതുമ്പോ എന്താണ്? ഷാഹിദ് എന്ന് എഴുതാൻ പാടില്ല, ഷഹീദ് ആണ് രക്തസാക്ഷി. അപ്പൊ എഴുതുമ്പോ ശ്രദ്ധിച്ചെഴുതണേ. മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരുന്നു പറഞ്ഞു. ഏത്? മൂന്നാമത്തെ അല്ലേന്നാ? പേജ് നമ്പർ 17 8ാമത്തെ പ്രവർത്തനമാണ് നമ്മൾ ഇപ്പോൾ പറയുന്നത്. അതിൽ 4ാമത്തെ ആൻസർ ആണ് ഇപ്പൊ പറഞ്ഞത്. ജോ ദേശ് കേ ലിയേ മർ മിട്ടേ, ആരാണോ, ഏതവനാണോ രാജ്യത്തിന് വേണ്ടി മരിച്ചു വീഴുന്നത് അവരെ പറയുന്ന പേരാണ്, വൺ വേർഡ് ആണ്, എന്ത്? ഷഹീദ്. മാറിപ്പോലെ, ഷാഹിദ് ഒന്നും പഠിച്ചു നോക്കല്ലേ, ഷഹീദ്, രക്തസാക്ഷി. നെക്സ്റ്റ്, जो कपड़े सिलता है, जो कपड़े सिलता है, ആരാണോ വസ്ത്രം തുന്നുന്നത്, നെയ്യുന്നത്, അടിക്കുന്നത്? തുന്നൽക്കാരൻ. അതിന് ഒരു പേരുണ്ട്. എന്താ പേര്? വൺ വേർഡ്, ദർജി. തുന്നൽക്കാരൻ അല്ലേ? ഡ്രസ്സൊക്കെ ഷർട്ടൊക്കെ അടിക്കാൻ വേണ്ടി കൊടുക്കുന്നില്ലേ, അപ്പൊ അവരെ പറഞ്ഞ പേരാണ് ദർജി. ദർജി. മക്കളെ കണ്ടു മോനെ, ഏഞ്ചൽ കണ്ടു ഏഞ്ചൽ കണ്ടു. അത് നിങ്ങള് ഇപ്പൊ ഇങ്ങനെ എഴുതി ഇങ്ങനെ കാണിച്ചേക്കല്ലേ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായി ടെക്സ്റ്റിൽ ചെയ്ത പ്രവർത്തനവും നോട്ടിൽ എഴുതാൻ പറഞ്ഞ വൺ വേർഡ് അല്ല വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, അതൊക്കെ എന്ത് ചെയ്യണം? മിസ്സിന് കൃത്യമായിട്ട് അയച്ചു തരിക. മിസ് ദിവസങ്ങളായിട്ട് അയച്ചു തന്നവരുടെ പേര് മിസ്സിന്റെ കയ്യിലുണ്ട്. വീണ്ടും അടുത്ത ആഴ്ചത്തേക്ക് അത് നീട്ടി വെക്കരുത്. കാരണം ഓരോരോ ലെസൺ കഴിയുന്തോറും നിങ്ങൾക്ക് കൂടി വരും. അപ്പൊ നിങ്ങൾ അന്നന്ന് തന്നെ ചെയ്തു വെക്കുക. ഗ്രേസ് ഒന്ന് വീഡിയോ ഓൺ ചെയ്യും മോളെ. ഗ്രേസ്, മുഹമ്മദ്, എയ്ബൽ ബിനോയ്, ഷിസ ഫാത്തിമ കാണുന്നുണ്ട് ഞാൻ. പിന്നെ വേറൊന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എന്താണ്? നിങ്ങളുടെ ശ്രദ്ധ ക്ലാസ്സിലായിരിക്കണം. നിങ്ങളുടെ വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ ഇടയ്ക്ക് എങ്ങോട്ട് പോകുന്നുണ്ട്? മറ്റുള്ളവരിലേക്ക് പോകുന്നുണ്ട്. വീട്ടിലുള്ള മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിലേക്ക് ശ്രദ്ധ പോകുന്നുണ്ട്. അങ്ങനെ ആവാൻ പാടില്ല. അവിടെ എന്ത് നടന്നോട്ടെ, നിങ്ങൾ അത് നോക്കണ്ട കേട്ടോ. എല്ലാം റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചു. ദർജി അങ്ങനെയാണ് എഴുതേണ്ടത്. ദർജി. അതെന്താ എഴുതിനൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാണുന്നുണ്ടല്ലോ ഏഞ്ചൽ. ദർജി എന്നുള്ളത് ജാന്ന് കഴിഞ്ഞിട്ട് വരുന്ന ആ അക്ഷരത്തിനോടാണ് യോജിപ്പിക്കേണ്ടത്. മിസ് അത് അയച്ചു തരാം, ഗ്രൂപ്പിൽ അയച്ചു തരാം, നോക്കിക്കോ. ക്ലാസ്സിലാണെങ്കിൽ ബോർഡിൽ എഴുതിയിട്ടെങ്കിലും കാണിച്ചു തരാം. അപ്പൊ ഇപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം, അത് നിങ്ങൾ നോക്കിയിട്ട് റെഡി ആക്കി വെക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ 18. പേജ് നമ്പർ 18ലെ 9th എന്താണത്? സെന്റൻസിന്റെ ഏറ്റവും അവസാനം വരുന്നത് ഒന്നുകിൽ ഹേ ചേർക്കുക, അല്ലെങ്കിൽ ഹേക്ക് കുത്തുന്നുണ്ട് അല്ലെ, ഹായ്. നിങ്ങൾ പറഞ്ഞ ഹായ്. പിന്നെ ഹോം ചേർക്കാനാണ് പറഞ്ഞത്. അതിന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ അതിന് പഠിക്കാനുണ്ട്. വെറുതെ ഏറ്റവും അവസാനം സെന്റൻസിന്റെ ഏറ്റവും അവസാനം നമുക്ക് ഹുമ്മും ഹേയും തോന്നിയ പോലെ ചേർത്തൂടാ. പകരം സെന്റൻസ് തുടങ്ങുമ്പോഴേ, ഒരു സെന്റൻസ് തുടങ്ങുമ്പോഴേ, എല്ലാവരും കേൾക്കുന്നില്ലേ? സെന്റൻസിന്റെ ഫസ്റ്റ് തുടങ്ങുന്നത് മേം എന്ന വേർഡിലാണ്. അതായത് മേം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വാക്കാണ്, അതിലാണ് തുടങ്ങുന്നത് എങ്കിൽ മാത്രമേ
ആ സെന്റൻസിന്റെ അവസാന ഭാഗത്ത് എന്ത് ചേർക്കാൻ പറ്റുള്ളൂ? ഹും. മേം വരുന്നുണ്ടെങ്കിൽ മാത്രം ഏറ്റവും അവസാനം എന്ത് ചേർക്കാം? ഹും. വെറുതെ തോന്നിയ പോലെ ചേർത്തുകൂടാ. അതിനൊരു നിയമമുണ്ട്. എന്താണ്? മേം വരുന്നുണ്ടെങ്കിൽ മാത്രം സെന്റൻസിന്റെ അവസാനം ലാസ്റ്റ് എന്താ ചേർക്കേണ്ടത്? ഹും ആണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ വഹ് എന്ന് പറഞ്ഞാൽ ഒരാളാണ്, ഏകവചനം എന്ന് പറയും. വഹ് എന്ന് പറഞ്ഞാൽ ഏകവചനം, ഒരാള് മാത്രമാണ്. അത് അതിന് 2-3 അർത്ഥമുണ്ട്. എന്തൊക്കെയുണ്ട് അർത്ഥം വഹ് എന്നുള്ളതിന്? അവൻ എന്നുള്ള അർത്ഥമുണ്ട്, അവൾ എന്ന അർത്ഥമുണ്ട്, അത് എന്നുള്ള അർത്ഥമുണ്ട്, ആ എന്നുള്ള അർത്ഥമുണ്ട്. വഹിന് 4 മീനിങ് ആണ് മലയാളത്തിലുള്ളത്. അവൻ, അവൾ, അത്, ആ. ഒരു ഉദാഹരണം പറയാം. വഹ് കിതാബ് പഠ്താ ഹേ. വഹ് വരുമ്പോ എപ്പോഴും ലാസ്റ്റ് എന്താ വരുക? ഹേ ആണ് വരുക. അതിന് ഡോട്ട് ഇടില്ല. ഡോട്ട് ഇടുന്നത് ബഹുവചന സെന്റൻസിൽ മാത്രമാണ് കേട്ടോ. അപ്പൊ വഹ് എന്ന് പറഞ്ഞ ഏകവചനമാണ് സെന്റൻസ്. വഹ് വന്നിട്ടുണ്ടെങ്കിൽ ആ സെന്റൻസ് ഏകവചനമാണെന്ന് ഓർമ്മിക്കുക. അപ്പൊ ഏറ്റവും ലാസ്റ്റ് എന്തിലാണ് അവസാനിക്കുക? ഹേ. ഹേ ഏകവചനത്തിൽ. അപ്പൊ വഹ് എന്നുള്ളതിന് മീനിങ് 4 മീനിങ് ആണ് മലയാളത്തിലുള്ളത്. എന്തൊക്കെ? അവൻ, അവൾ, അത്, ആ. കേട്ടോ, 4 മീനിങ് ചേർക്കാം. വഹ് കിതാബ് പഠ്താ ഹേ എന്ന് പറഞ്ഞാൽ അവൻ പുസ്തകം വായിക്കുന്നു. ഇനി അതിന് പകരം വഹ് കിതാബ് പഠ്തി ഹേ എന്നാണെങ്കിൽ എന്താവും? അവൾ പുസ്തകം വായിക്കുന്നു. അപ്പൊ അവിടെ അർത്ഥവ്യത്യാസം വന്നോ? വഹിന് അവനിന് ആദ്യം അവൻ എന്ന് പറഞ്ഞു, രണ്ടാമത് അവൾ എന്നാണ് വന്നത്. മനസ്സിലായോ? അതിനനുസരിച്ച് സെന്റൻസ് മാറും. അത് നിങ്ങൾക്ക് ഗ്രാമർ ഭാഗം അതേ സമയത്ത് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ വഹ് ചേർക്കുമ്പോ സെന്റൻസിന്റെ ലാസ്റ്റ് എന്തേ ചേർക്കൂ? ഹേ. ഹേ ഏകവചനം. അതായത് ആ ഡോട്ട് ഇടാതെ വരുന്നത് തന്നെയാണ് ഏകവചനം എന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കിപ്പോ ചേർക്കാനുണ്ട്. മേം വരുമ്പോ ലാസ്റ്റ് എന്തേ ചേർക്കൂ? ഹും. പിന്നെ അതുപോലെ ബഹുവചനം ഉണ്ട്. വേ, ഹം, ഏ. ഇതൊക്കെ ബഹുവചനത്തിൽ പെടുന്നതാണ്. വേ എന്ന് പറഞ്ഞാൽ അവർ, അവ, അദ്ദേഹം. 3 മീനിങ് ആണ് വേന് വരിക. അവർ, അവർ എന്ന് പറഞ്ഞാൽ കുറെ പെൺകുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവർ എന്ന് പറയാം. കുറെ ആൺകുട്ടികളാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവർ എന്ന് പറയാം, അല്ലേ? അവർ. അപ്പൊ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പിക്കാം. അവർ, അല്ലേ? അല്ലെങ്കിൽ അവ. അപ്പൊ എന്താണ് വേ എന്നുള്ളതിന്റെ മീനിങ്? അവർ, അവ, അദ്ദേഹം. വേ ആണ് സെന്റൻസിൽ തുടങ്ങുന്നത് എങ്കിൽ ഏറ്റവും അവസാനം വരുന്നത് എന്താണ്? ഹേ എന്നതിന് ബഹുവചനം ചേർക്കുക. അതിന് ഡോട്ട് ഇടുന്നതാണ് ബഹുവചനം. നിങ്ങൾ വായിക്കുന്ന ഹൈം. ഹൈം എന്നൊന്നും വായിക്കാൻ പാടില്ല എന്നാണ്. ഹൈം എന്നൊന്നും വായിക്കാൻ പാടില്ല. ഏഞ്ചൽ എന്തെങ്കിലും ഉറക്കു നോക്കുന്നത്? ഉറങ്ങിയില്ല? ഓൺലൈൻ പഠനം എല്ലാം കൂടി ആയത് ഉറക്കൊന്നും പറ്റുന്നില്ല? ഉണ്ട്, നന്നായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞത് എന്താണ്? മേം ചേർക്കുമ്പോൾ മേമാണ് സെന്റൻസിന്റെ ആദ്യമെങ്കിൽ ലാസ്റ്റ് ചേർക്കേണ്ടത് എന്താണ്? ഹും ആണ്. അതുപോലെ വഹ് ഏകവചനമാണെങ്കിൽ ലാസ്റ്റ് ചേർക്കേണ്ടത് ഹേ ആണ്. ബഹുവചനമാണെങ്കിൽ വേ, ഏ, ഹം, ഇതൊക്കെയാണെങ്കിൽ ലാസ്റ്റ് ചേർക്കേണ്ടത് ഹേക്ക് കുത്തിടുന്നത്, ഡോട്ട് ഇടുന്നത് ഹൈ. കേട്ടോ? അപ്പൊ ഇവിടെ നമുക്ക് ചെയ്യാനുണ്ട്. കംപ്ലീറ്റ് ദി ഫോളോവിങ് വേർഡ്സ്. യൂസ് ഹേ, ഹേം, ഹും. അപ്പൊ ഞാനൊരു സെന്റൻസ് വായിക്കാം. അതിൽ ലാസ്റ്റ് എന്താണോ ചേർക്കേണ്ടത് നിങ്ങൾ പറയണം. ഷിസ ഫാത്തിമ. ഷിസ മോളെ ടെക്സ്റ്റ് ഒക്കെ താഴെയിട്ട് അനിയത്തിനെ ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കേന്ന് തോന്നുന്നു അല്ലെ? ടെക്സ്റ്റ് വീണതും അറിയില്ല. ഷിസ, അനിയത്തിനെ ശ്രദ്ധിക്കണ്ട, മോള് ക്ലാസ്സിൽ ശ്രദ്ധിച്ചോ കേട്ടോ. നോക്ക്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സായി കൃഷ്ണ കേൾക്കുന്നുണ്ടല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വഹ് രോസ് വ്യായാം കർത്താ ഡേഷ്. ഹേ ചേർക്കാം, ഹൈം ചേർക്കാം, ഹും ചേർക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വഹ് ചേർക്കുമ്പോ എന്താ ചേർക്കേണ്ടത്? ലാസ്റ്റ് ഹേ. ഹേക്ക് ഡോട്ട് ഇടാതെയാണ് ചേർക്കേണ്ടത്. ഡോട്ട് ഇടാൻ പാടില്ല. ഹേ ഏകവചനം, പുല്ലിംഗം ഏകവചനമാണത്. അപ്പൊ എന്താണ്? വഹ് രോസ് വ്യായാം കർത്താ ഹേ. തെറ്റരുത് എഴുതുമ്പോ. ഷഹബാസ് കണ്ടോ മിസ് വായിക്കുന്ന എവിടെയാണ് ക്വസ്റ്റ്യൻ? മനസ്സിലായോ? പേജ് നമ്പർ 18, 9th. യെസ്.
ഏത് മോനെ? കർത്താവിന്റെ അർത്ഥ വ്യായാം. കർത്ത എന്ന് പറഞ്ഞാല് വ്യായാമം ചെയ്യുന്നു. കർണ എന്നുള്ളത് കർത്താഹേ എന്ന് പറഞ്ഞു. കർണ ചെയ്യുക. വ്യായാം കർത്താഹേ എന്ന് പറഞ്ഞാൽ വഹ് രോസ് വ്യായാം കർത്താഹേ എന്ന് പറഞ്ഞാൽ അവൻ ദിവസേന വ്യായാമം ചെയ്യുന്നു. വഹു വന്നത് കൊണ്ട് ലാസ്റ്റ് നമ്മൾ എന്ത് ചേർത്തു? ഹേ ചേർത്തു. ഓക്കെ. ഏഞ്ചൽ എഴുതി ഇപ്പൊ ഇങ്ങനെ കാണിക്കല്ലോ മോളെ. അങ്ങനെ ഓരോന്നായിട്ട് എഴുതിയിട്ട് കാണിച്ചാൽ ശരിയാവില്ല. ഒന്നിച്ച് ഗ്രൂപ്പിൽ ഒന്ന് അയച്ചു തന്നാൽ മതി. രണ്ടാമത് വേ ലോഗ് രോസ് വ്യായാം കർത്തേ ഡേഷ്. വേ ആണല്ലേ. അപ്പൊ നമ്മള് ലാസ്റ്റ് എന്ത് ചേർക്കും? വേ ആണ്. വഹല്ല, വേ ആണ്. വേ ലോഗ് രോസ് വ്യായാം കർത്തേ. ആ ജനങ്ങൾ പതിവായി, അവർ എല്ലാവരും പതിവായി വ്യായാമം ചെയ്യുന്നു എന്നാണ്. ഹേം. അപ്പൊ ഹേം എന്ത് ചെയ്യണം? ഹേ എന്നുള്ളതിന് ഡോട്ട് ഇടുക അല്ലെ. അതിനാണ് രണ്ടാമത്തെ സെന്റൻസിന് ഹേ എന്നുള്ളതിന് ഡോട്ട് ഇടുക. ഹേം. ഹൈം എന്നൊന്നും വായിക്കല്ല കേട്ടോ. അത് ഓർമ്മിച്ചാൽ മതി. സെന്റൻസ് ബഹുവചനാണെങ്കിൽ ഹേക്ക് ഒരു ഡോട്ട് ഇടണം എന്ന് ഓർമ്മിക്കുക. തേർഡ് ക്വസ്റ്റ്യൻ. മേ രോസ് വ്യായാം കർത്താ ഡേഷ്. മേ വരുമ്പോ എന്താ ലാസ്റ്റ് വരുവാ? ഹും. മറന്നുപോലെ മേ വരുമ്പോ എപ്പോ ലാസ്റ്റ് എന്തേ വരൂ? ഹുമ്മേ വരൂ. അതിന് ഒരു വ്യത്യാസവും വരില്ല. മേം രോസ് വ്യായാം കർത്താഹും. ഞാൻ പതിവായി വ്യായാമം ചെയ്യുന്നു. അതിന്റെ അർത്ഥം ഞാൻ പതിവായി വ്യായാമം ചെയ്യുന്നു. ഹും. ഫോർത്ത്. വഹ് തന്ദുരുസ്ത് ഡേഷ്. വഹ് തന്ദുരുസ്ത് ഡേഷ്. ഇപ്പൊ ഹേ മാത്രാണ് അല്ലെ. ഹേ. അതിന് ഡോട്ട് ഇടാൻ പാടില്ല. ഹേ. വഹ് വരുമ്പോ ഹേ, ഏകവചനം. നെക്സ്റ്റ്. വേ ലോഗ് തന്ദുരുസ്ത് ഡേഷ്. വേ ലോഗ് എന്നാണ്. ഹേം. അപ്പൊ ഹേം എന്ന് ഉദ്ദേശിക്കുന്നതാണ് ഹേക്ക് ഡോട്ട് ഇടുക. ഹേക്ക് ഡോട്ട് ഇട്ടിട്ട് എഴുതുക. ലാസ്റ്റ് മേം തന്ദുരുസ്ത് ഡേഷ്. ഹും. ഓക്കെ. അപ്പൊ എല്ലാവർക്കും മനസ്സിലായോ അതിന്റെ വ്യത്യാസം? മേം വരുമ്പോൾ ലാസ്റ്റ് ഏത് സെന്റൻസിലും മേം വരുമ്പോൾ ലാസ്റ്റ് എന്തേ വരൂ? ഉമ്മാണ്. വഹ ആണെങ്കിൽ ഹേ മാത്രം വരും. വേ ബഹുവചനമാണെങ്കിൽ ഹേക്ക് ഡോട്ട് ഇടുക. ഓക്കെ. ക്ലിയർ ആയോ? നെക്സ്റ്റ് ലാസ്റ്റ് വൺ നോക്ക്. Correct the spelling of words given below. नीचे दिए गए എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വേറൊന്നെന്താണ്? ഹിന്ദി നോട്ട് എഴുതുമ്പോൾ ഹിന്ദിയിലുള്ള ഹെഡിങ് തന്നെ എഴുതുക. ഇംഗ്ലീഷ് മാത്രം എഴുതിയാ പോരാ. നിങ്ങൾ ഹിന്ദിയിലാണ് ഹെഡിങ് പഠിക്കേണ്ടത്. എന്താണ് ഇവിടെ? പത്താമത്തെ ഇപ്പം നമ്മൾ വായിക്കുന്ന 10th ക്വസ്റ്റ്യൻ. नीचे दिए गए शब्दों की शुद्ध करो. യെസ്. ഒമ്പതാമത്തെ മൂന്നാമത്തെ എന്തെന്ന്? മേ വരുമ്പോ എന്താ ലാസ്റ്റ് ചേർക്കേണ്ടത്? ഹും. അപ്പൊ മൂന്നാമത്തെ എന്താണ്? ഹുമ്മാണ് ചേർക്കേണ്ടത്. ഇനി നാലാമത്തെ വഹ് വരുമ്പോ എന്താ ചേർക്കാൻ പറഞ്ഞത്? ഹേ. അങ്ങനെ ചിന്തിച്ചത്. അഞ്ചാമത്തെ വേ വരുമ്പോ ഹേക്ക് ഡോട്ട് ഇടാൻ. ബഹുവചനം. ഹേം തന്നെ. 6 ഹും. ഓക്കെ. അപ്പൊ ഹിന്ദിയിൽ എന്ത് ചെയ്യണം? ഹെഡിങ് ഹിന്ദിയിൽ തന്നെ എഴുതുക. അപ്പൊ പത്താമത്തെ നമ്മൾ ഇപ്പൊ ഇവിടെ എന്താണ് ഹെഡിങ്? നീച്ചേ ദിയേ ഗയേ ശബ്ദോं की വർത്തനി ശുദ്ധ കരോ. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളുടെ അക്ഷരങ്ങൾ തെറ്റിച്ചിട്ടാണുള്ളത്. ശരിയാക്കി എഴുതാൻ. ശുദ്ധ കരോ, വർത്തനി ശുദ്ധ കരോ. സ്പെല്ലിംഗ് ശരിയാക്കി എഴുതുക. അപ്പൊ ഹിന്ദി തന്നെ വേർഡ് മീനിങ് അതുപോലെ ക്വസ്റ്റ്യൻ ആൻസറിലൊക്കെ എഴുതുമ്പോൾ അതിന്റെ ഹെഡിങ് ഹിന്ദി തന്നെ എഴുതണം കേട്ടോ. ഒന്നാമത് നമ്മള് എന്താണ് വേർഡ്? സേനിക് എന്നാ കൊടുത്തത് അല്ലെ. സേനിക് എന്നാണോ നമ്മൾ പഠിച്ചത്? അപ്പൊ നമ്മൾ എന്ത്? ഒരു വര മാത്രം മതിയോ?
രണ്ടെണ്ണം വേണം. ആ നീ എന്നുള്ളത് ചുരുക്കണം, ഹ്രസ്വമാക്കണം അല്ലേ? സൈനിക്. അത് നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, മിസ് അത് ഗ്രൂപ്പിലിട്ട് തരാം, അതൊന്ന് നോക്കി എഴുതിയാൽ മതി. നിങ്ങൾ എഴുതി കഴിഞ്ഞ് വീണ്ടും വീണ്ടും തെറ്റി ടെക്സ്റ്റ് കൊളാക്കണ്ട. മിസ് അത് സൈനിക്. മിസ് എനിക്ക് കിട്ടി. ആ യെസ്. രണ്ടാമത്തത് ഫോജ് എന്നാ കൊടുത്തത്. ഫോജ്. നിങ്ങൾ എന്താ പഠിച്ചത്? ഫൗജ് എന്നാണല്ലേ? ഫൗജ്. രണ്ടെണ്ണം വേണം. ആ രണ്ടെണ്ണം വേണം. ഫോ എന്നുള്ളത് എടുക്കുക, ഒരു വരയും കൂടി ഇട്ട ചെരിച്ചിടുക. ഫൗജ്. നെക്സ്റ്റ് പത്തനി എന്നാ കൊടുത്തിന്. പത്തനി അല്ലേ? പത്തനി അല്ല, ആ പത്നി. പത്നി എന്ന് എഴുതുമ്പോ എന്താ വ്യത്യാസം വരിക? താഴെ പകുതി. അതിനോട് കൂടി നാ എന്ന അക്ഷരം കൂട്ടുക. പത്നി. പത്നി. അങ്ങനെ തന്നെ. എങ്ങനെ മിസ്സിന് കാണുന്നില്ല മോനെ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്. ഞാൻ മിസ് ഗ്രൂപ്പിലിട്ട് തരാം, നിങ്ങൾ അത് നോക്കിയിട്ട് എഴുതിക്കോ കേട്ടാ. എന്റെ മിസ്സിനൊന്ന് അയച്ചു തന്നെ, ഞാൻ തെറ്റുണ്ടെങ്കിൽ ശരിയാക്കി തരാം. ക്ലിയർ ആവുന്നില്ല മുഹമ്മദ് റിഹാൻ, ക്ലിയർ ആവുന്നില്ല. മോൻ കാണിക്കുന്നത് സൈനികാണ്. ഗ്രൂപ്പിലൊന്ന് എഴുതിയിട്ട് എനിക്ക് അയച്ചു തന്നാ. ടെക്സ്റ്റും നോട്ടും അതുപോലെ അയച്ചു തരണേ. നെക്സ്റ്റ് നെക്സ്റ്റ് തന്തുരുസ്ത്. തന്തുരുസ്ത് എന്നില്ല, മുകളിൽ ചന്ദ്രക്കലയും കുത്തും വേണ്ട, ഒരു കുത്ത് മാത്രം മതി. ആ ഒരു ഡോട്ട് മാത്രം. തന്തുരുസ്ത്. അതുപോലെ രൂന്ന് വേണ്ട, രു. ആ തന്തുരുസ്ത്. ഓക്കെ. അതുപോലെ സിപാഹി. സിപാഹിന്ന് വേണം. സിപാഹിന കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് സിപ്പാഹി, സി ആണ് വേണ്ടത്. സിപ്പാഹി. സീന്ന് വേണ്ട. സായി കൃഷ്ണ, സായി കൃഷ്ണന്റെ തലയ്ക്ക് എന്തോ ഇത് പരിക്ക് പോലെ കാണുന്നേ. എവിടുന്ന് വീണേ? വീട്ടിന്ന്. എങ്ങനെയാ അത് വീണത്? ഇങ്ങനെയൊക്കെ പറ്റാൻ? അത് ടീച്ചറെ, ഇവന് ഭയങ്കര കുർത്തക്കാണ് ടീച്ചറെ. ആ എന്നിട്ട് ഇവൻ സന്ധ്യക്ക് ഓടിയിട്ട് ചുമരിനെ അടിച്ചു തല. എന്നിട്ട് കുറച്ച് 3-4 തുന്നുണ്ട്. എപ്പോ പറ്റിയത്? കൊറേ ദിവസമായോ? മിഞ്ഞാന്ന്. ഓ അതെയാ. സായി കൃഷ്ണൻ 2 ദിവസം നിന്നെ ഞാൻ കൊണ്ടുപോവാ കേട്ടാ. നിന്റെ കുരുത്തക്കേട് ഞാൻ മാറ്റിത്തരാം. ഇപ്പൊ ഒന്നാമത് കൊറോണ. അടങ്ങി നിക്കുകയില്ല, 1 മിനിറ്റ് അടങ്ങി നിൽക്കൂല. ഈ ക്ലാസ്സിൽ തന്നെ 10-40 മിനിറ്റ് എങ്ങനെ ഇരിക്കുന്ന അറിയില്ല. അതെ, പെടപ്പല്ലേ? അവന്റെ കയ്യും കാലും കെട്ടിയിടാ. അവന്റെ കയ്യും കാലും കെട്ടിട്ടാ ഞാൻ വരുന്നുണ്ട് പറഞ്ഞേ അവനോട്. സായി കൃഷ്ണ കേട്ടല്ലോ, മിസ് വരുന്നുണ്ട് അങ്ങോട്ട്. എന്റെ 2 കയ്യും കാലും ഞാൻ പുറകിലോട്ട് കെട്ടിയിടും. എങ്ങനെ നീ ഇരിക്കുന്നു കാണട്ടെ. ഒന്നാമത് കൊറോണ സമയം, നീ ഇങ്ങനെ വേണ്ടാത്തതൊക്കെ ഇങ്ങനെ വീട്ടിൽ നിന്ന് വരുത്തി വെച്ചാൽ എന്ത് ചെയ്യും? ഇനി അടങ്ങിയിരിക്കാൻ പ്ലാൻ ഉണ്ടോ? തലക്ക് മുറിവ് പറ്റി, ഇനി അടങ്ങിയിരിക്കാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ട്. ഇല്ലെങ്കിൽ അടി നല്ല തരും കേട്ടാ. വീട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആ ഓക്കെ. നെക്സ്റ്റ് നോക്ക്. സിപ്പാഹി എന്ന് കഴിഞ്ഞു. തൊട്ടടുത്ത് എന്താണ്? മൊത്തം കിട്ടി. നോക്കാം നമുക്ക്. നെക്സ്റ്റ് എന്താണ്? സൂർമ എന്നുള്ള നമ്മൾ എന്താണ്? സൂർമ എന്നാക്കണം. സൂർമ അല്ലെ? സൂർമ. ഒന്നും കൂടി പറഞ്ഞേ. തന്തുരുസ്ത്. ചന്ദ്രക്കല ഇടാൻ പാടില്ല, മേലെ ഡോട്ട് മാത്രം ഇടുക. തന്തു രുസ്ത്. രൂന്ന് വേണ്ട. ലക്ഷ്മി പ്രിയൽ ഇങ്ങനെ ഉറങ്ങി ഇങ്ങനെ എണീച്ച് വരുന്നത് പോലെ ഉണ്ട് ഇപ്പൊ. ലക്ഷ്മി എന്താ? അതിന്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു സാധനം വേണം. അത് ഞാൻ എന്താ പറഞ്ഞേ മോനെ, ഞാനത് ഗ്രൂപ്പിൽ ഇട്ട് തരാം. എന്നാൽ അത് നോക്കി നിങ്ങൾ എഴുതിയാൽ മതി. ഇപ്പൊ തന്നെ ഞാൻ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഇട്ടരും. അത് നോക്കി എഴുതിയാൽ, നിങ്ങൾ തെറ്റ് എഴുതി വെക്കല്ലേ. നെക്സ്റ്റ് ചൂപ് ചാപ്പ് ആണ്. അതല്ല ശരിയായ വേർഡ്. എന്താണ്? ചുപ് ചാപ്പ്. എന്താ ചുപ് ചാപ്പ് എന്ന് പറഞ്ഞാല്? മിണ്ടാതെ. ചുപ് ചാപ്പ്. അപ്പൊ ചൂ ആക്കാം. ചൂ വേണ്ട, ദീർഘം വേണ്ട.
നെക്സ്റ്റ് അതുപോലെ ഹിന്ദുസ്ഥാൻ. ഹിന്ദുസ്ഥാൻ എന്താ ഇവിടെ കൊടുത്തിരുന്നത്? ദൂ കൊടുക്കുന്നു അല്ലേ? ദൂ, ഹിന്ദു എന്ന് വേണ്ട, ഹിന്ദുസ്ഥാൻ. ഹ്രസ്വമാണ് അവിടെയും വേണ്ട, ദു. ഹിന്ദുസ്ഥാൻ. മിസ് ഗ്രൂപ്പിൽ ഇട്ട് തരാം. അതുപോലെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ് കഴിയാനായി. മിസ് അതും കൂടി ഒന്ന് വേഗം പറയട്ടെ. അതായത് ആഴ്ചയിൽ ഒരു ദിവസമാണ്, ഒരു പീരീഡ് മാത്രമാണ് ക്ലാസ് കിട്ടുന്നത്. അപ്പൊ കുറച്ച് പിറകോട്ടാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് അതും കൂടി ഞാൻ വേഗം പറഞ്ഞുതരാം. ആവോ സീഖേ പര്യായവാചി ശബ്ദങ്ങളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊന്ന് നോട്ടിലേക്ക് എഴുതണം. ഹോംവർക്ക് ആയിട്ട് നോട്ടിലേക്ക് ഒന്ന് എഴുതി വെക്കുക. വേർഡ് മീനിങ്, ക്വസ്റ്റ്യൻ ആൻസർ, പര്യായവാചി ശബ്ദം, പര്യായങ്ങൾ. ഇപ്പം പറയുന്നത് എന്താണ്? ലാം. ലാം എന്ന് പറഞ്ഞ യുദ്ധം. ലഡായി, യുദ്ധ. ഇതൊക്കെ വാക്കുകളുണ്ട്. ലാം, ലഡായി, യുദ്ധ. ഫൗജ്, പൽട്ടൻ, പര്യായവാചി ശബ്ദങ്ങൾ, പര്യായ പദങ്ങളാണ് അതൊക്കെ. മലയാളത്തിൽ നിങ്ങൾ പര്യായ പദങ്ങൾ പഠിക്കുന്നുണ്ട്. അതുപോലെ വീർ, ബഹാദുർ, യോധ. സാഥി, മിത്ര,